ഒരുപാട് അനുഭവിച്ചതാണ് ഇതിൻ്റെ പേരിൽ. ഇനിയും ജനങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തിരുത്തുമെന്നാണ് അയ്യപ്പ സംഘത്തിന് മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അതിന് പക്ഷേ മാറ്റം ഉണ്ടായിട്ടില്ല. ഈ അഫിഡവിറ്റ് തിരുത്തും ഇതുവരെ തിരുത്തിയിട്ടില്ല അവർ. നാളെ അവസാനത്തെ ചാൻസാണ്. തിരുത്തണം എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് തിരുത്തിയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. അതേപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൂടുതൽ UDF നേതാക്കളെ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ CPM-ന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടോ? ഉൾക്കൊള്ളിക്കാനും കൊണ്ടുവരാനും തീരുമാനിച്ചാൽ ഉൾക്കൊണ്ട് പോവുമോ? യഥാർത്ഥ കള്ളന്മാരുണ്ടാകുമ്പം വേറെ ഏതെങ്കിലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ അവർ മെനക്കെട്ടുകൊണ്ട് കാര്യമുണ്ടോ? യഥാർത്ഥ കള്ളന്മാരല്ലേ പുറത്ത് വരുള്ളൂ. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയില്ല. അവരാരെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കട്ടെ. ഹലോ, ഇന്നങ്ങനെ ഒരു ചർച്ചയില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞ ദിവസം ഇന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പാലക്കാട് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇത് വരുമായിരുന്നു. രമേശ് ജി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഒരു കൂടിയാലോചന അത്രയേ ഉള്ളൂ. ഉള്ള നേതാക്കന്മാരെ വെച്ചിട്ടുള്ള ഒരു കൂടിയാലോചന. സിറ്റിംഗ് MLA-മാരെയൊക്കെ വീണ്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് കേട്ടത്. അങ്ങനെ തീരുമാനമായോ? ഉടൻ പ്രഖ്യാപനം ഉണ്ടാവോ? പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പൂർത്തിയാകുന്നതിന് മുൻപ് അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ. ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതിനനുസരിച്ചുള്ള ആ ഷെഡ്യൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും സ്ക്രീനിങ് കമ്മിറ്റികൾ വന്നിട്ട് അവരെല്ലാ നേതാക്കന്മാരുമായിട്ട് അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്തിമമായ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ഏത് തീയതിയിൽ അനൗൺസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറയുന്നത്.